കണ്ണിനും മനസ്സിനും കുളിർമ പകർന്ന 5 ദിവസം നീണ്ട നെല്ലിയാമ്പതി അഗ്രി ഹോർട്ടി ടൂറിസം ഫെസ്റ്റിന് സമാപനമായി. കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരുമായ നിരവധി പേരാണ് പ്രദർശനം കാണാനായി പാവങ്ങളുടെ ഊട്ടിയിലേക്ക് എത്തിച്ചേർന്നത്. നെല്ലിയാമ്പതിയുടെ കാർഷിക വൈവിധ്യവും ഇക്കോ ടൂറിസം സാധ്യതകളും ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച മേളയിൽ ഒട്ടേറെ കാർഷിക പുഷ്പ പ്രദർശനങ്ങളും വിൽപ്പനയും നടന്നു. കാർഷിക പരിസ്ഥിതി സെമിനാറുകളും മേളയുടെ ആകർഷകമായി. 6 മുതൽ 9 വരെയാണ് നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ മേള നടന്നത്. നെല്ലിയാമ്പതിയിലെ സർക്കാർ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പ്രാദേശിക കൂട്ടായ്മകളും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിനോദവും വിജ്ഞാനവും കാഴ്ചകൾക്കപ്പുറം അറിവ് പകർന്നു നൽകുന്ന സെമിനാറുകൾ, ശില്പശാലകൾ, വിദ്യാർത്ഥികൾക്കും കർഷകർക്കുമായി സംഘടിപ്പിക്കുന്ന ക്വിസ് മത്സരങ്ങൾ എന്നിവ മേളയുടെ മാറ്റുകൂട്ടി. കുട്ടികൾക്കായി ചിത്രരചന, ഉപന്യാസ മത്സരങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ മത്സരങ്ങളും ബൈക്ക് റാലിയും നടന്നു. കായിക മത്സരങ്ങളും ദിവസവും വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറിയതായി കെ ബാബു MLA, മുൻ MLA വി ചെന്താമരാക്ഷൻ, ഫാം സൂപ്രണ്ട് പി സാജിദ് അലി എന്നിവർ പറഞ്ഞു. ഇവിടെ വലിയ മത്തനുണ്ട്, അതുപോലെ ഓറഞ്ച് ഉണ്ട്, അതേപോലെ തന്നെ അവിടെ കൊച്ചു കൊച്ചു പൂച്ചട്ടികൾ പോലുള്ള മരത്തിൻ്റെയും മറ്റേ നമ്മുടെ പഴയ ഇരുമ്പുകൾ ഉപയോഗപ്പെടുത്തി ഇവിടുത്തെ തൊഴിലാളികൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള, അതുപോലെ തന്നെ ഏറുമാടങ്ങളൊക്കെ ഇവിടുത്തെ തൊഴിലാളികൾ പാഴായി കിടക്കുന്ന പിന്നെ പഴയ ഇരുമ്പും മറ്റും ഉപയോഗപ്പെടുത്തി ചെയ്തിട്ടുള്ള ഒരു നല്ല മാറ്റം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ഇത് കാണാനെത്തുന്നത്. ഇത് 2ാം തവണയാണ്. ഇനി തുടർന്നും ഈ നേച്ചറ 2026 ഇപ്പോൾ നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ കൊണ്ടുപോകണം. ബഹുമാനപ്പെട്ട MLAയുടെ ശക്തമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി ഫാം നല്ല നിലയിൽ ഒരു ടൂറിസ്റ്റ് പോയിൻ്റായി മാറിയിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായിട്ടുള്ളത്. നെല്ലിയാമ്പതി കാണാൻ ഇഷ്ടംപോലെ ആളുകൾ വരും. അങ്ങനെ വരുന്നൊരാൾക്ക് ഇവിടെ വന്ന് ഈ ഫാമിൽ സന്ദർശിച്ചാൽ ഒരുപാട് പുതിയ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഈ വന്ന് കാണുന്ന ആളുകൾ പ്രചരിപ്പിച്ച് വീണ്ടും വീണ്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ നമ്മുടെ നാടിൻ്റെ പൊതുവായ വികസനവും പുരോഗതിയുമായി ബന്ധപ്പെട്ട് ഈ ഫാമിൻ്റെ പ്രവർത്തനം ഏറ്റവും ശക്തമായ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. വർഷങ്ങളായി നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ഫാം, വെജിറ്റബിൾ ഫാം കൂടി ചേർന്നാണ് വിപുലീകരിച്ചത്. ഇന്ന് കേരളത്തിലെ അഗ്രി ടൂറിസത്തിന്റെ മാതൃകയായി തിളങ്ങുന്ന മാതൃകയാണിത്. പുതിയ കൃഷിരീതികൾ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈവിധ്യമാർന്ന ഉൽപ്പാദനം തുടങ്ങിയ മാർഗങ്ങളിലൂടെ മികവിന്റെ മാതൃകയായി ഫാമിനെ മാറ്റിയെടുത്തു. 50 മുതൽ 60 ലക്ഷം രൂപ വരെ മാത്രമായിരുന്ന വാർഷിക വരുമാനം ഇന്ന് 2 കോടി രൂപയിലേക്ക് ഉയർന്നുവെന്ന് കാർഷിക അവാർഡ് ജേതാവ് കൂടിയായ സാജിദ് അലി പറഞ്ഞു. ഇവിടുത്തെ ഏറ്റവും സെൻട്രൽ പോയിന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമും ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തും മറ്റ് ജനപ്രതിനിധികളും ഇവിടെയുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, ഇവിടുത്തെ വ്യാപാരികൾ, വ്യവസായികൾ, വണ്ടിയുടെ ഉടമസ്ഥർ, വണ്ടി ഡ്രൈവർമാർ, അതുപോലെ തന്നെ റിസോർട്ട് ഓണേഴ്സ് തുടങ്ങി പ്ലാന്റേഴ്സ് എല്ലാവരുടെയും കൂട്ടായ്മയിൽ നെല്ലിയാമ്പതിയുടെ ഒരു മഹോത്സവം എന്നുള്ളതൊക്കെ നാച്ചുറ എന്നുള്ള പേരിൽ ഞങ്ങളൊരു അഗ്രി ഹോർട്ടി ടൂറിസം ഫെസ്റ്റ് സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ 2nd എഡിഷനാണ് ഈ വർഷം നാച്ചുറ 2026 ഇവിടെ നടപ്പിലാക്കി വരുന്നത്. ഇവിടുത്തെ വയനാടും ഊട്ടിയിലുമൊക്കെ ഉള്ളതുപോലെ ഇവിടെ നെല്ലിയാമ്പതിയും വലിയൊരു ടൂറിസ്റ്റ് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടുത്തെ ഇക്കോ ടൂറിസം സാധ്യതകളും കാർഷിക വൈവിധ്യവും ഫാം ടൂറിസവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഇവിടുത്തെ സാധ്യതകളെ കൂടുതൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടിയുടെ ലക്ഷ്യം. ഫെസ്റ്റ് വൻ വിജയമായതായും സാജിദ് അലി പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.